ഇപ്പോഴും തുടരുന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്ന നിരവധി പേരെയാണ് ഇതിനകം തന്നെ പോലീസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അവരിൽ നിന്നുമെല്ലാം കിട്ടുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ പാകിസ്ഥാനേക്കാൾ ക്രൂരന്മാർ ഇന്ത്യയിൽ തന്നെയുണ്ടെന്ന് ഞെട്ടലിലാണ് പോലീസ്. പാകിസ്ഥാൻ പിന്തുണയുള്ള ചാരവൃത്തി ശൃംഖലയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് മറ്റൊരു യൂട്യൂബറെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പഞ്ചാബ് പോലീസ് എന്നാണ് മനസ്സിലാകുന്നത്. ജാൻമഹൽ എന്ന പേരിലുള്ള ചാനലിന്റെ ഉടമയായ ജസ്ബീർ സിംഗിനെയാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 11 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് ജസ്ബീർ സിംഗിൻ്റെത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. രൂപ്നഗർ ജില്ലയിലെ മഹ്ലാൻ ഗ്രാമത്തിൽ താമസിക്കുന്ന ജസ്ബീർ സിംഗിനെ മൊഹാലിയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ സെല്ലാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിച്ച ജ്യോതി മൽഹോത്രയ്ക്ക് ശേഷം അടുത്തിടെ അറസ്റ്റിലായ രണ്ടാമത്തെ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററാണ് ജസ്ബീർ സിംഗ്. ജ്യോതി മൽഹോത്രയുമായി ജസ്ബീർ സിംഗ് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. പഞ്ചാബ് പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അറസ്റ്റിലായ യൂട്യൂബർ ജസ്ബീർ സിംഗ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനായ ഷാക്കിർ എന്ന ജട്ട് രണ്ടാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. നേരത്തെ ചാരവൃത്തി എന്നാരോപിച്ച് പുറത്താക്കപ്പെട്ട പാകിസ്ഥാൻ പൗരനും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ മുൻ ഉദ്യോഗസ്ഥനുമായ എഹ്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായും ജസ്ബീർ സിംഗ് ബന്ധം നിലനിർത്തിയിരുന്നു എന്നാണ് വിവരം. ഇതോടെ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ഏജൻസികൾ. ഡാനിഷിന്റെ ക്ഷണപ്രകാരം ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയിൽ നടന്ന പാക് ദേശീയ ദിനാഘോഷത്തിൽ ജസ്ബീർ സിംഗ് പങ്കെടുത്തുവെന്നും അവിടെ വെച്ച് പാകിസ്ഥാൻ സൈനികരുമായും ബ്ലോഗർമാരുമായും അദ്ദേഹം സംവദിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 2020, 2021, 2024 വർഷങ്ങളിൽ അദ്ദേഹം 3 തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും പഞ്ചാബ് പോലീസിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജസ്ബീറിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരവധി നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവ ഇപ്പോൾ അന്വേഷണത്തിലാണെന്നും ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി. ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റിന് പിന്നാലെ ISI ബന്ധമുള്ളവരുമായുള്ള ആശയവിനിമയത്തിന്റെ എല്ലാ തെളിവുകളും ഇല്ലാതാക്കാൻ ജസ്ബീർ ശ്രമിച്ചതായാണ് സൂചന. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന് ആരോപിച്ച് പഞ്ചാബ് പോലീസ് ഇതുവരെ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമൃത്സറിലെ അജ്നാലയിൽ നിന്നുള്ള ഫലഷേർ മാസിഹ്, സൂരജ് മാസിഹ് എന്നിവരെയും മലേർകോട്ട്ല നിവാസികളായ 31-കാരിയായ ഗുസാല യമീൻ മുഹമ്മദ് എന്നിവരെയും കഴിഞ്ഞ മാസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിഷയത്തിൽ മൊഹാലിയിലെ SSOCയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ചാരവൃത്തി ശൃംഖലയുടെ വ്യാപ്തി കണ്ടെത്താനും കൂടുതൽ അംഗങ്ങളെ തിരിച്ചറിയുന്നതിനുമായി വിഷയത്തിൽ പൂർണ്ണമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പഞ്ചാബ് പോലീസ് DGP അറിയിച്ചിട്ടുണ്ട്. തൊട്ടടുത്തിരുന്ന് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാലത്തിന്റെ പോക്ക്. നമ്മുടെ തോളോട് ചേർന്ന് നിൽക്കുന്നവർ നാളെ എന്തിൻ്റെയൊക്കെ പുറകിലെ കണ്ണികളാവാമെന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു.